നമസ്കാരം. പ്രധാന വാർത്തകൾ. തൈക്കൽ അന്ധകാരനഴി റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം. ജനപ്രതിനിധികളും തീരദേശവാസികളും ചേർന്ന് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. സംസ്ഥാനത്ത് 1 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന കർഷകരുണ്ടെന്നും മന്ത്രി. മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിലേക്ക്. മാലിന്യ നീക്കം നടത്തുന്ന വാഹന ഉടമകളുടെ സമരം 2 ആഴ്ച പിന്നിടുന്നു. അധികൃതർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച മുതൽ സമരം ശക്തമാക്കാൻ തീരുമാനം. തൃക്കേട്ടപ്പുറപ്പാടിൽ പുറപ്പാട് കഥകളി അവതരിപ്പിച്ച് വൈക്കം കലാശക്തി വിദ്യാർത്ഥികൾ. തൃപ്പൂണിത്തുറ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തൃക്കേട്ടപ്പുറപ്പാട് ദിനത്തിലെ അരങ്ങിലെ കഥകളി അവതരണം ശ്രദ്ധേയമായി. വിശദമായ വാർത്തയിലേക്ക്. തൈക്കൽ അന്ധകാരനഴി റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജനപ്രതിനിധികളും തീരദേശവാസികളും ചേർന്ന് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. കേരള സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ 5 പൈസ ഇല്ലാത്ത സമയത്ത്, അവിടെ പൂച്ച പെറ്റ് കിടക്കുന്ന സമയത്ത് നിങ്ങൾ നിരാഹാരം നടത്തി ജീവൻ നഷ്ടപ്പെടുന്നതല്ലാതെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് 5 പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സത്യാഗ്രഹ സമരം മതിയായിരുന്നു എന്നുള്ള അഭിപ്രായം. ഇവിടെ സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പർമാരോ കളക്ടറേറ്റിന് മുന്നിൽ ഇതുപോലുള്ള സമരമായി വരാറില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ എങ്ങനെയെങ്കിലും MLAയെയും മന്ത്രിമാരെയും കണ്ട് അവരുടെ കയ്യിൽ അപേക്ഷ കൊടുത്ത് എങ്ങനെയെങ്കിലും പരിഹരിക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഈ കളക്ടറേറ്റിനെ വാദിച്ച് ഇതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒരു കുത്തിയിരിക്കലാണ്. റോഡ് വെട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ട് മാസങ്ങളായി. നിരവധി പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് പട്ടണക്കാട്, കടക്കരപ്പള്ളി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും തീരദേശവാസികളും ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് TS ജാസ്മിൻ, കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ചേർത്തല കൂൺ ഗ്രാമം പദ്ധതി മുഹമ്മയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂൺ കൃഷിയെയും അതിന്റെ മൂല്യവർദ്ധക സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് 1 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന കർഷകർ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന കൃഷിവകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന രാഷ്ട്രീയ വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ചേർത്തല കൂൺ ഗ്രാമം സമഗ്ര പദ്ധതി മുഹമ്മയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂൺ കൃഷിയുടെ പ്രാധാന്യം എല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഇതിനകത്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് ബോധ്യപ്പെട്ട് നമ്മുടെ കർഷകരോട് ഇക്കാര്യങ്ങൾ പറയുകയുണ്ടായി. ചിലരെങ്കിലും ധരിക്കും ഇത് വല്ല കാര്യമുള്ള കാര്യമാണോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നല്ല വരുമാനം ലഭ്യമാകുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി. കൂണിന്റെ ഗുണമേന്മ ഇപ്പം എല്ലാത്തിനും ഗൂഗിളിലാണല്ലോ എല്ലാവരും സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഗൂഗിളിൽ നോക്കൂ, കൂണിന്റെ ഗുണമേന്മ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇത്രമേൽ മെച്ചപ്പെട്ട ഒരു ഭക്ഷണ സാധനം നമുക്ക് ലഭ്യമാവുകയില്ല വേറെ. ഇതിനധികം നമുക്ക് കീടനാശിനി വളപ്രയോഗങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് വിഷരഹിതമായ ഗുണമേന്മയുള്ള ഒരു ഭക്ഷണമായി കൂണിനെ കണക്കാക്കുന്നുണ്ട്. കൂൺ കൃഷിയിലൂടെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ സംസ്ഥാനത്തെ കർഷകരുടെ സാന്നിധ്യത്തിലാണ് മന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കൂൺ ഉൽപാദക യൂണിറ്റുകളുടെ പ്രവർത്തനം, കൂൺ കൃഷിക്കൂട്ടങ്ങളുടെ രൂപീകരണ പ്രഖ്യാപനം, കൂൺ ഗ്രാമം പദ്ധതിയുടെ ലോഗോ പ്രകാശനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. കൂൺ വൻകിട ഉൽപാദന യൂണിറ്റിന്റെ ഗുണഭോക്താവായ മുഹമ്മ ആര്യക്കര തോട്ടിപ്പറമ്പിൽ ഇന്ദുലേഖയുടെ കൂൺ ഉൽപാദന യൂണിറ്റിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. കൂൺ കൃഷി സംരംഭകനായ മലപ്പുറം ഔഷധി മഷ്റൂം യൂണിറ്റ് ഉടമ AK ജഷീർ യോഗത്തിൽ പങ്കെടുത്തു. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND ജെറീം, സ്ഥിരം സമിതി അധ്യക്ഷരായ M ചന്ദ്ര, CD വിശ്വനാഥൻ, TN നസീമ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ സംസ്കരണത്തിന് സർക്കാർ സംവിധാനം ഒരുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മാലിന്യ നീക്കം നടത്തുന്ന വാഹന ഉടമകൾ നടത്തിവരുന്ന സമരം 2 ആഴ്ച പിന്നിട്ടിട്ടും അധികൃതർ ഇടപെടുന്നില്ല എന്ന് പരാതി. വെള്ളിയാഴ്ച മുതൽ സമരം ശക്തമാക്കാനൊരുങ്ങുകയാണ് വാഹന ഉടമകളുടെ സംഘടന. മാലിന്യ സംസ്കരണത്തിന് സർക്കാർ സംവിധാനമൊരുക്കാത്തതിൽ പ്രതിഷേധിച്ച് മാലിന്യ നീക്കം നടത്തുന്ന വാഹന ഉടമകൾ വെള്ളിയാഴ്ച മുതൽ സമരം ശക്തമാക്കുകയാണ്. BMS നേതൃത്വത്തിലുള്ള കേരള പ്രദേശ് സെപ്റ്റിക് ടാങ്ക് ക്ലീനേഴ്സ് മസ്ദൂർ സംഘാണ്
സമരം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ കായംകുളം NDPC, വണ്ടാനം മെഡിക്കൽ കോളേജ്, പള്ളിപ്പുറം ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിലെ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് വാഹനങ്ങളിൽ മാലിന്യമെത്തിക്കുകയായിരുന്നു. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി കർശനമാക്കിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിനും NDPCക്കും പിഴയിട്ടു. വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതോടെയാണ് എല്ലായിടത്തും നിയന്ത്രണങ്ങളുണ്ടായത്. ഇതോടെ 100ഓളം വാഹനങ്ങളുടെ മാലിന്യ നീക്കം സ്തംഭിച്ചു. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും തള്ളുന്ന രീതിയായിരുന്നു പലയിടത്തും നടന്നിരുന്നത്. ഇതിനെതിരെ നടപടി കർശനമാക്കിയപ്പോഴാണ് NDPCയിലും മെഡിക്കൽ കോളേജിലുമുള്ള പ്ലാന്റുകളിൽ സംസ്കരണത്തിന് അവസരമൊരുക്കിയത്. ഇവിടം അടഞ്ഞതോടെ മാലിന്യം തള്ളാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. ചേർത്തലയിൽ പുതിയ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും നേതാക്കളായ UV രതീഷ് മോൻ, UV ജ്യോതിഷ്, T രതീഷ് എന്നിവർ പറഞ്ഞു. നമ്മൾ ആലപ്പുഴ ജില്ല, കോട്ടയം, പത്തനംതിട്ട ജില്ലയിൽ കക്കൂസ് മാലിന്യം സ്വീകരിക്കുന്ന ടാങ്കർ ലോറിയുടെ ഓണേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മൾ കാലാകാലങ്ങളായി മാലിന്യം ശേഖരിച്ച് കൊണ്ടുപോകുന്ന തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് വേണമെന്നുള്ള ആവശ്യമായി വർഷങ്ങളായി ഞങ്ങൾ സർക്കാർ അധികാരികളുടെ മുമ്പിൽ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഞങ്ങളൊരു കഴിഞ്ഞൊരു 4-5 മാസം മുമ്പ് ഒരു സ്ട്രൈക്ക് ചെയ്തു. നമുക്കപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കളക്ടറുടെ ഇടപെടൽ കൊണ്ട് ഒരു 3 പ്ലാന്റ് തുറന്നു തന്നിരുന്നു. അത് ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ഒരു പ്ലാന്റ് ഡെയിലി 50 ലോഡ് മാലിന്യം സ്വീകരിക്കാൻ പറ്റുന്ന പ്ലാന്റിൻ്റെ പണി നടക്കുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ പ്ലാന്റ് തുറന്നു തരാമെന്ന് ചേർത്തല മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഒരു ഉറപ്പ് കളക്ടർക്ക് കിട്ടിയതിൻ്റെ പേരിൽ നമുക്ക് താൽക്കാലികമായി 2 പ്ലാന്റ് കായംകുളത്തും വണ്ടാനത്തും ചേർത്തല ഇൻഫോ പാർക്കിലുമായിട്ട് അനുവദിച്ചിരുന്നു. അപ്പോൾ 2 മാസം എന്നുള്ളത് 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും താൽക്കാലികമായി തന്ന ഈ പ്ലാന്റുകൾ അവർ സ്വമേധയെ അടച്ചു, അങ്ങോട്ട് വരണ്ട എന്ന രീതിയിലാക്കി. അപ്പോൾ ഈ ടാങ്കർ ലോറികളും ഈ തൊഴിലാളികൾക്ക് മാലിന്യം പൊതുസ്ഥലത്ത് കളയാനൊരു ബുദ്ധിമുട്ട് കാരണം താൽക്കാലികമായ എന്ന രീതിയിൽ ഞങ്ങളും ഇത് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് തന്നെ ഈ മാലിന്യ ശേഖരം നിർത്തിവെച്ചേക്കുകയാണ്. അത് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ടയിൽ പൂർണ്ണമായിട്ടും എല്ലാ തൊഴിലാളികളും ഒരുപോലെ നിന്ന് ഒരു യാർഡിൽ തന്നെ വണ്ടികളെല്ലാം കയറ്റിയിട്ട് പൂർണ്ണമായി നിർത്തിവെച്ചേക്കുന്നു. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നവരെ ഞങ്ങൾ ഈ സമരത്തിൽ പിന്മാറത്തില്ലെന്നുള്ളതും ഈ വരും ദിവസങ്ങളിൽ സമരപഥത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതിശക്തമായ രീതിയിൽ റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും ഞങ്ങളുടെ പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും വാഹനങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങളും ഉണ്ടാകുന്നതാണ്. കോവിഡിന് ശേഷം തൊഴിലുപേക്ഷിച്ച് ക്ഷീരകർഷകനായി 2 പശുവിൽ തുടങ്ങിയ സംരംഭം ഇപ്പോൾ 30 പശുക്കളിൽ എത്തി. അധ്വാനിച്ചാൽ ഏതിലും വിജയം കണ്ടെത്താനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തുറവൂർ വളമംഗലം സ്വദേശിയായ പത്മകുമാർ. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിറപ്പിച്ചപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് തുറവൂർ 8-ാം വാർഡിൽ വളമംഗലം കുമാരി നിലയത്തിൽ പത്മകുമാർ ക്ഷീരകർഷകനായത്. 2 പശുവിൽ തുടങ്ങിയ സംരംഭം ഇപ്പോൾ 30ഓളം പശുക്കളിൽ എത്തി നിൽക്കുന്നു. കാർഷിക മേഖലയിൽ തുടക്കക്കാരനാണെങ്കിൽ പോലും കഠിന അധ്വാനവും നിശ്ചയദാർഢ്യവും പത്മകുമാറിന് തുണയായി. ഞാനിപ്പോൾ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ടിപ്പോൾ 1 വർഷമായി. കൊറോണ കഴിഞ്ഞ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ സ്വയം തൊഴിൽ എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ വരികയും ഒരു പശു ഫാമിംഗ് എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്ത് ആദ്യം കുറേശ്ശെ പശുക്കളെടുത്തു. അത് കഴിഞ്ഞിപ്പോൾ ഒരു 18ഓളം പശുക്കളും അതിൻ്റെ കിടാക്കളായിട്ട് 10-12ഓളം കിടാക്കളും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം 200-220 ലിറ്റർ പാൽ വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. HF, കാസർഗോഡ് കുള്ളൻ, ജേഴ്സി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഉള്ളത്. ഇവയ്ക്കുള്ള തീറ്റയ്ക്കായി വീടിനോട് ചേർന്ന് തന്നെ 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷിയും നടത്തിവരുന്നു. ഏകദേശം 150 ലിറ്റർ പാൽ ദിവസേന വിതരണം ചെയ്യുന്നുണ്ട്. ഫാൻ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് തൊഴുത്തിന്റെ നിർമ്മാണം. ഇതോടൊപ്പം വീട്ടുമുറ്റത്ത് കോഴി ഫാമും നടത്തുന്നു. ഒരാൾ സഹായിക്കാനുണ്ടെന്നതൊഴിച്ചാൽ പുലർച്ചെ 4 മണി മുതൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് പത്മകുമാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷീരകർഷകൻ അടിവരയിട്ട് പറയുന്നു, അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വപ്നം കാണാൻ മടിക്കേണ്ടെന്ന്. KMCN ചേർത്തല.
തൃക്കേട്ട പുറപ്പാടിൽ പുറപ്പാട് കഥകളി അവതരിപ്പിച്ച് വൈക്കം കലാശക്തി വിദ്യാർത്ഥികൾ. തൃപ്പൂണിത്തുറ മഹോത്സവത്തോടനുബന്ധിച്ച് തൃക്കേട്ട പുറപ്പാട് ദിവസത്തിലാണ് അരങ്ങിൽ കഥകളി അവതരിപ്പിച്ചത്. രണ്ട് കൃഷ്ണനും രണ്ട് രുക്മിണി വേഷവുമായി അരങ്ങിനെ അവിസ്മരണീയമാക്കിയത് വൈക്കം കലാശക്തി സ്കൂൾ ഓഫ് ആർട്സിലെ പ്രശസ്ത കഥകളി നടൻ പള്ളിപ്പുറം സുനിലിന്റെ ശിഷ്യരായ കലാശക്തി മനോമയ് എം കമ്മത്ത്, ഹൃദ്യ, ശ്രീലക്ഷ്മി, നിമിഷ എന്നിവരാണ്. തുടർന്ന് സന്താനഗോപാലം, പ്രഹ്ലാദചരിതം കഥകളിയും അരങ്ങേറി. OS സഞ്ജീവ് സ്മാരക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സഞ്ജീവനം കാവ്യ പുരസ്കാര സമർപ്പണം നടന്നു. KA ലാസർ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. കോളേജിലേക്ക് ചെല്ലുമ്പോൾ 17 വയസ്സൊക്കെയുള്ള പിള്ളേരാണ്. ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ഞങ്ങളെ സംബന്ധിച്ച് SN കോളേജിലെ അധ്യാപകരും അവർ രൂപപ്പെടുത്തി തന്ന ഞങ്ങളും എന്റെ ഓർമ്മയിൽ വരുന്നൊരു നിമിഷമാണിത്. പറയുന്നത് എന്റെ അമ്മ പഠനം നിന്നുപോയ ഒരാളാണ്. അമ്മയുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പോ പഠിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ പിന്നെ ആ കാലത്ത് അച്ഛൻ പോയി. അമ്മയുടെ ഒരു സിസ്റ്ററുണ്ട്. അവരുടെ നാടകം കളിക്കാൻ പോയി. അങ്ങനെ പിന്നീട് നാടകം കളിക്കലും നാടകങ്ങളും ഒരു അവരുടെ ഒരു ജീവിതത്തിന്റെ വരുമാന മാർഗമായി മാറുകയും പിന്നീട് അവരുടെ എക്കാലത്തെ പഠനം അവസാനിച്ചു പോവുകയും ചെയ്തു. ഞാൻ പിന്നീട് ആ അമ്മ കഴിഞ്ഞിടയ്ക്ക് തുല്യതാ പഠനത്തിലൂടെ 75-ാമത്തെ വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കൂടിയ പഠിതാവായി മാറുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ആ ഒരു അമ്മയുടെ മകൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അമ്മമാരുടെയും പഠനം നടക്കാതിരുന്ന മുടങ്ങിപ്പോയിട്ടുള്ള, പഠിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ ഒക്കെ വരെ പഠിച്ചിട്ടുള്ള അങ്ങനെയുള്ള ദരിദ്രരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് SN കോളേജ് പോലെയുള്ള ഒരു കോളേജിലേക്ക് പഠിക്കാൻ വരുന്നത്. സഞ്ജീവനം സാംസ്കാരിക സമിതി ചെയർപേഴ്സൺ സോണി സീതാറാം അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ M രാജേഷ് സ്വാഗതം പറഞ്ഞു. AV ശ്രീവാസ് പുരസ്കാരം ഏറ്റുവാങ്ങി. ജൂറി ചെയർപേഴ്സൺ ബിച്ചു എക്സ് മലയിൽ കവിത അവലോകനം നടത്തി. 10,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് വൺ ഇന്ത്യ വൺ പെൻഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ സമരം നടത്തി. പ്രതിമാസ പെൻഷൻ 10,000 രൂപയാക്കുക, ഓരോ മാസവും കൃത്യമായി പെൻഷൻ ലഭ്യമാക്കുക, പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ജനറൽ സെക്രട്ടറി റോയി മുട്ടാർ ഉദ്ഘാടനം ചെയ്തു. യോജനകളെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നത് മതിയാവാതെ ആർത്തി പണ്ടാരങ്ങളെ പോലെ തട്ടിയെടുക്കുമ്പോൾ, പിച്ചയെടുക്കുന്ന വയോജനങ്ങളുടെ പിച്ചപാത്രം തട്ടിയെടുത്ത് ഓടുന്ന മനോഭാവം കാണിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക്, ഇവിടുത്തെ വയോജനങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം എത്രയോ സമ്പൽ സമൃദ്ധമാണ്. ഈ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയിൽ
ഇന്നും വയോജനങ്ങൾ 1600 രൂപ നക്കപ്പിച്ച പെൻഷൻ പോലും ലഭിക്കാതെ നരകിക്കുന്നുവെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ നമുക്കൊരാൾക്കും കഴിയുകയില്ല. നമ്മുടെ ഭരണഘടന നമുക്ക് തുല്യത വാഗ്ദാനം ചെയ്യുമ്പോൾ ആ തുല്യത നടപ്പിലാക്കുവാൻ വേണ്ടി നമ്മൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് ഞങ്ങൾ വോട്ട് ചെയ്തു ഞങ്ങൾ വോട്ട് കുത്തികളായി എന്ന് പരസ്യമായി കാണിക്കുന്നതല്ലാതെ ആ സമ്മതിദാനാവകാശം ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. സേവ്യർ ചേർത്തല അധ്യക്ഷത വഹിച്ചു. തോമസ് കുട്ടി രാമങ്കരി, സൂരജ് ഹരിപ്പാട്, രമേശൻ, ബൈജു കരിവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു. മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വ്യാപാരി ഭവനിൽ പ്രസിഡന്റ് KV സാബുലാൽ ഉദ്ഘാടനം ചെയ്തു. മറ്റ് സാമൂഹ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു സംഘടനയാണ് മർച്ചന്റ് അസോസിയേഷൻ. തന്നെയുമല്ല, ഒത്തിരി പാരമ്പര്യം അവകാശപ്പെടാവുന്ന ആശുപത്രികളൊക്കെ ചേർത്തലയിലുണ്ടെങ്കിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ശ്രദ്ധേയമായ ആരോഗ്യരംഗത്ത് വിപ്ലവപരമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ള കിൻഡർ ഹോസ്പിറ്റൽ ചേർത്തലയ്ക്കൊരു അഭിമാനമാണ്. ഇതിനു മുമ്പും ഈ സംഘടനയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തൊക്കെയുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നൊരു സംഗതി ചികിത്സയുമായി ബന്ധപ്പെട്ട ആരോഗ്യരംഗത്ത് അഭിമുഖീകരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റാത്ത ചിലവ് വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പിന്നെ ഈ ഒരു മഹത്വം നിൽക്കുന്നത് ഇതുപോലെയുള്ള ക്യാമ്പുകളില്ല. ഇപ്പോൾ മർച്ചന്റ് അസോസിയേഷൻ ആണെങ്കിലും മറ്റ് സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവർ സാധാരണ കൂടെ ഇതുപോലെയുള്ള ക്യാമ്പുകൾ നടത്താറുണ്ട്. ഒരു വലിയ മനസ്സാണ്. ഒത്തിരി സാമ്പത്തിക ചെലവും ഈ ആശുപത്രിക്ക് വരുന്നുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാർവത്രികമായിട്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന കിൻഡർ ഹോസ്പിറ്റലിനെ എത്ര ശ്ലാഘിച്ചാലും അത് കൂടുതലാണ് എനിക്ക് തോന്നുന്നില്ല. വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇത് ഞങ്ങളുമായിട്ടും കൂടി ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് സംഘടിപ്പിക്കാൻ കാണിച്ച വലിയ മനസ്സിനും ഈ സ്ഥാപനത്തിൻ്റെ അധികാരികളോടും ഡോക്ടർമാരോടും ശ്യാൻഡോയോടൊക്കെ ഞങ്ങൾ കടപ്പെട്ടിരിക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് B ഭാസി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CB പഞ്ഞിക്കാരൻ സ്വാഗതം പറഞ്ഞു. ചേർത്തല കിൻഡർ ഹോസ്പിറ്റലിന്റെ സഹനത്തോടെയായിരുന്നു ക്യാമ്പ് നടത്തിയത്. നെൽകർഷക സമിതി നേതാക്കൾ ആലപ്പുഴ കളക്ടറേറ്റ് മുന്നിൽ നടത്തുന്ന സമരം തുടരുന്നു. കോൺഗ്രസ് നേതാവും MLAയുമായ രമേശ് ചെന്നിത്തല സമരപന്തൽ സന്ദർശിച്ചു. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ റെഗുലേറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കൾ ആലപ്പുഴ കളക്ടറേറ്റ് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരപന്തൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA സന്ദർശിച്ചു. കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വളരെ ന്യായമാണ്. കഴിഞ്ഞ തവണ നിയമസഭയിൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ അന്ന് ഉന്നയിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഗവൺമെന്റ് നൽകിയ ഉറപ്പുകളിൽ ഒന്നുപോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് നെൽകർഷകർക്ക് അവർ ഉത്പാദിപ്പിക്കുന്ന നെല്ലെടുത്താൽ സമയത്ത് പണം കൊടുക്കില്ല. 2, കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 1 രൂപ 17 പൈസ കൂട്ടിയ തുക പോലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. ഇപ്പോഴും 28 രൂപ 20 പൈസ നിരക്കിലാണ് ഇപ്പോഴും. ഇന്നലെ ഗവൺമെന്റിന്റെ വിജ്ഞാപനം 28 രൂപ 20 പൈസയാണ്. വാസ്തവത്തിൽ 32 രൂപ 20 പൈസ 32 രൂപ 52 പൈസയാക്കാൻ ഒരു പാടുമില്ലാത്തതാണ്. നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കളായ ലാലിച്ചൻ, സോണിച്ചൻ എന്നിവർ കളക്ടറേറ്റ് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ 8ാം ദിവസമാണ് രമേശ് ചെന്നിത്തല MLA സമരപന്തലിലെത്തിയത്. കേന്ദ്ര സർക്കാർ നെല്ലുവില കൂട്ടിയിട്ടും സംസ്ഥാന സർക്കാർ തുക നൽകുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പിന്നെ നെൽകർഷകർ നെല്ല് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നെല്ല് അത് മില്ലുകാരെടുക്കാൻ വരുമ്പോൾ മില്ലുകാരും സിവിൽ സപ്ലൈസ് ആണെങ്കിൽ അവരും ഏറ്റവും പ്രധാനമായി കർഷകരെ ദ്രോഹിക്കുന്ന കിഴിവ് വേണം എന്നുള്ളതാണ്. ഇപ്പൊ നെല്ലിന് ഈർപ്പം വരുന്നത് കർഷകരുടെ കുറ്റം കൊണ്ടല്ല.
അവ നെല്ലിന് ഈർപ്പമുള്ളത് കൊണ്ട് കിഴിവ് ആവശ്യപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒരു പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് പമ്പിംഗ് സബ്സിഡി. കഴിഞ്ഞ തവണ കൃഷിമന്ത്രി വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കും. 4 വർഷമായി പമ്പിംഗ് സബ്സിഡി കൊടുക്കുന്നില്ല. കുട്ടനാട്ടിൽ അപ്പർ കുട്ടനാട്ടിൽ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് കൃഷി ചെയ്യുന്നത്. 4 വർഷമായി പമ്പിംഗ് സബ്സിഡി കൊടുക്കാതെ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നു. 4 വർഷമായി പമ്പിംഗ് സബ്സിഡിയും നൽകിയിട്ടില്ല. ന്യായമായ ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്നും രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാനും സമരപന്തലിൽ എത്തിയിരുന്നു. വൈക്കം തോട്ടകം സർവീസ് സഹകരണ ബാങ്ക് വാർഷികവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ബാങ്ക് പ്രസിഡന്റ് P. ബോബി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ബാങ്കിനെ ഉജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് എനിക്കും എൻ്റെ ഭരണസമിതിക്കും 100% വിശ്വാസമുണ്ട്. നമ്മളിവിടെ കൃഷിക്കാരുടെ മേഖലയെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള ഗവൺമെൻറ് കൊടുക്കുന്ന പദ്ധതികളെല്ലാം നല്ല നിലയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് കൃഷിക്കാർക്ക് നേടി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 50,000 രൂപ നമ്മൾ പലിശരഹിത വായ്പ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹെക്ടറിന് അഡീഷണൽ 20,000 രൂപയും പലിശരഹിത വായ്പ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന എല്ലാ പരിപാടികളും നല്ല നിലയ്ക്ക് ഏറ്റെടുത്ത് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പ്രകാരമാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ പിന്തുണ മുന്നോട്ടുള്ള യാത്രയിലും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സെക്രട്ടറി KK ഷിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ ദീർഘകാലം ബാങ്കിന്റെ പ്രസിഡന്റായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച K. രാധാകൃഷ്ണൻ നായരെയും പ്രസിഡന്റായിരിക്കെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത അഡ്വക്കേറ്റ് KK രഞ്ജിത്തിനെയും ഉപഹാരം നൽകി ആദരിച്ചു. SSLC, +2 ബിരുദമടക്കം വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. നിർധന രോഗികൾക്ക് ചികിത്സാ ധനസഹായവും നൽകി. വൈസ് പ്രസിഡന്റ് VN ഹരിയപ്പൻ, ഭരണസമിതി അംഗങ്ങളായ PS മുരളീധരൻ, PA അനുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ചാലിസയ്ക്ക് തിരക്കേറുന്നു. എല്ലാ മാസവും ആദ്യത്തെ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും നടക്കുന്നത്. നല്ലതും ചീത്തയുമായ വഴിയിലൂടെ അതെങ്ങനെ നമുക്ക് പണം സമ്പാദിച്ച് നേടാമെന്ന് നടക്കുന്ന ഈ ജീവകാലത്തിലാണ്. അത് ഒത്തിരി ആൾക്കാരൊക്കെ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നല്ല വിജയങ്ങൾ കൈവരിക്കുന്ന ഒത്തിരി ഒരു പൂർവാധികം ആൾക്കാർ അത് തന്നെയാണ്. എങ്കിലും ഈ നന്മ കുറഞ്ഞു വരുന്ന കാലത്ത് ഈശ്വരാധീനം ഏറ്റവും വളരെയധികം ആവശ്യമാണ്. കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുമ്പോൾ പ്രതീക്ഷ കണ്ടും ജീവനം ആസ്വദിച്ചും മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹനുമൽ ചാലിസ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ആഞ്ജനേയ ഹോമവും. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം. ഹനുമൽ ചാലിസ ജപയജ്ഞത്തിന് കാർത്തിക ജ്വല്ലറി ഉടമ രാജു സുന്ദരം ഭദ്രദീപം തെളിച്ചു. ജൂനിയർ സ്റ്റേറ്റ് കബഡി ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ജില്ലയ്ക്ക് വെങ്കല മെഡൽ നേടിയ വിനായക് വിജേഷിനെ ദേവസ്വം പ്രസിഡന്റ് മൊമ്മന്റോ നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കോൺഗ്രസ് വെച്ചൂർ മണ്ഡലം കൺവെൻഷൻ നടന്നു. കുടവെച്ചൂർ NSS ഹാളിൽ കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരേ ലക്ഷ്യത്തിലേക്ക് എല്ലാ കളിക്കാരും ഒന്നിച്ചു കൊള്ളിയിരിക്കണം. ഒരു തുഴ ഉടക്കിയാൽ മുഴുവൻ തുഴയും കൂട്ടിയിരിക്കും. ആ വളം മറിയും. അത് തന്നെയാണ് നമുക്ക് നമ്മുടെ കാര്യത്തിൽ. നമുക്ക് ഒരു ടീമായിട്ട് ഒരു മനസ്സോടുകൂടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരു മനസ്സോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ കൃത്യമായി സംഘടനാ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ കൃത്യമാണ് ആ റിപ്പോർട്ട്. ഞാൻ ആ റിപ്പോർട്ട് മുഴുവൻ പരിശോധിച്ചു. സത്യസന്ധമായ റിപ്പോർട്ടാണ്. അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിയത് നല്ല കാര്യം. ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും ശകാരിക്കാനല്ല, ആരെയും മാറ്റി നിർത്താനല്ല. പക്ഷെ ആ റിപ്പോർട്ടിൽ കുറേം കൂടി നമുക്ക്
ഭംഗിയായി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങൾ പിന്തുണയ്ക്കുവെന്നും തെരഞ്ഞെടുപ്പിന് തയ്യാറായാൽ പിന്നെ ഐക്യത്തോടെ വിജയത്തിനായി യത്നിക്കണമെന്നും ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു. വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി.ഡി. ഉണ്ണി, DCC സെക്രട്ടറിമാരായ അബ്ദുൽ സലാം റാവുത്തർ, PN ബാബു, A. സനീഷ് കുമാർ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അക്കരപ്പാടൻ ശശി, UDF നിയോജകമണ്ഡലം കൺവീനർ B. അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. KSRTC പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ ധർണ SUCI നേതാവ് അഡ്വക്കേറ്റ് MA ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് അരി വാങ്ങിച്ച് കഞ്ഞി വെച്ചു കൊടുക്കണ്ടേ, മനുഷ്യനായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ, അതിനുവേണ്ടിയാണ് അവൻ അധ്വാനിക്കുന്നത്. ആ ശമ്പളം 15 മാസമായി മുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ അവിടുത്തെ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. അപ്പൊ നമ്മുടെ മന്ത്രി പറയുകയാണ്, കുടുംബാംഗങ്ങൾക്ക് പോലും അറിയില്ല അദ്ദേഹം എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്. പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തൊഴിൽ മന്ത്രിയാണ് പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജൂലൈ മാസത്തിൽ അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി CA വരെ പഠിച്ച കുട്ടിയാണ്, 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. 2 മാസമേ ജോലി ചെയ്തുള്ളൂ. തുടർച്ചയായി 18 മണിക്കൂർ പണിയെടുത്തിട്ട് ഹൃദയം പൊട്ടി മരിച്ചു ആ കുട്ടി. 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കാടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AP ജയപ്രകാശ്, ME പ്രസന്നൻ, S പ്രേംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചരവാർത്ത. ചേർത്തല ഓങ്കാരേശ്വരം കാർത്തിക നിവാസിൽ ശിവാനന്ദൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൈക്കൽ അന്ധകാരനഴി റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ജനപ്രതിനിധികളും തീരദേശവാസികളും ചേർന്ന് ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്ന് മന്ത്രി P. പ്രസാദ്. സംസ്ഥാനത്ത് 1 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന കർഷകരുണ്ടെന്നും മന്ത്രി. മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിലേക്ക്. മാലിന്യ നീക്കം നടത്തുന്ന വാഹന ഉടമകളുടെ സമരം 2 ആഴ്ച പിന്നിടുന്നു. അധികൃതർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച മുതൽ സമരം ശക്തമാക്കാൻ തീരുമാനം. തൃക്കേട്ടപ്പുറപ്പാടിൽ പുറപ്പാട് കഥകളി അവതരിപ്പിച്ച് വൈക്കം കലാശക്തി വിദ്യാർത്ഥികൾ. തൃപ്പൂണിത്തുറ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തൃക്കേട്ടപ്പുറപ്പാട് ദിനത്തിലെ അരങ്ങിലെ കഥകളി അവതരണം ശ്രദ്ധേയമായി. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.